This call is now being recorded. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ T1 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ വായിക്കാം. എ കാർ ട്രാവലിംഗ് അറ്റ് 40 km/h sights a distant signal at 150 meter and comes uniformly to rest at signal. It remains at rest for 20 seconds. As allowed by the signal, it uniformly accelerate and attain 40 km/h in 250 meter. Calculated time loss due to signal. ഓക്കെ, സോ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് സിഗ്നൽ ഇല്ലാത്ത കേസിൽ കാറ് എത്ര ടൈമിനുള്ളിൽ ഫൈനൽ പൊസിഷനിലേക്ക് എത്തും. ഓക്കെ, സോ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഓക്കെ, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാം. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ ടു ദെൻ സിഗ്നൽ വരെയുള്ള ഡിസ്റ്റൻസ് 150 മീറ്റർ ആണ്. ദെൻ സിഗ്നൽ ടു ഫൈനൽ പൊസിഷൻ വരെയുള്ളത് 250 ആണ്. ഓക്കെ, സോ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് 400 മീറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഡിസ്റ്റൻസും ദെൻ വെലോസിറ്റി, ആ ഒരു മോഷന്റെ സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 40 ആണ്, ഫൈനൽ വെലോസിറ്റിയും 40 ആണ്, യൂണിഫോം വെലോസിറ്റിയാണ്. ഓക്കെ, സോ വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്തിട്ട് നമുക്ക് ടി കിട്ടി. അതായത് സിഗ്നൽ അവിടെ ഇല്ലായിരുന്നെങ്കിൽ കാറ് ഇനീഷ്യൽ പൊസിഷനിൽ ഫൈനൽ പൊസിഷനിലേക്ക് എത്താൻ എടുത്ത ടൈമാണ് 30 സെക്കൻഡ്. ദെൻ സിഗ്നൽ വന്നത് കാരണം സിഗ്നൽ വരെ അതെടുത്ത ടൈം T1. ദെൻ സിഗ്നൽ കണ്ടു, അത് 20 സെക്കൻഡ് അവിടെ നിർത്തിയിട്ടു, ദാറ്റ് ഈസ് T2. ദെൻ സിഗ്നൽ അലോ ചെയ്ത സമയത്ത് അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഫൈനൽ പൊസിഷനിലേക്ക് എത്താൻ എടുത്ത ടൈം T3. ഓക്കെ, സോ സിഗ്നൽ ഉള്ളത് കാരണം അതെടുത്ത ടോട്ടൽ ടൈമാണ് T1 പ്ലസ് T2 പ്ലസ് T3. ഓക്കെ, അതിൽ നമ്മൾ T1 കണ്ടുപിടിച്ചു, മോർണിംഗ് ക്ലാസ്സിൽ കണ്ടുപിടിച്ചായിരുന്നു. ഓക്കെ, T1 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് സിഗ്നൽ വരെയുള്ള കണ്ടീഷനാണ് നോക്കുന്നത്. ഓക്കെ, അപ് ടു ദിസ്. ഓക്കെ, സോ ഇനീഷ്യൽ അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 40 km/h, കൺവേർട്ട് ഇൻ ടു മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 11.11 കിട്ടും. ദെൻ സിഗ്നൽ കണ്ടപ്പോൾ സ്റ്റോപ്പ് ചെയ്തു, സോ വെലോസിറ്റി 0 ആയി. അതുവരെ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് ഈസ് 150 മീറ്റർ. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്തിട്ട് T1 കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ T2 നമുക്കറിയാം, സിഗ്നലിൻ്റെ അവിടെ നിർത്തിയിട്ട ടൈം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് 20 സെക്കൻഡ്. നൗ വി ഹാവ് ടു ഫൈൻഡ് T3. ഓക്കെ, അതായത് സിഗ്നൽ അലോ ചെയ്ത സമയത്ത് അത് സിഗ്നലിൻ്റെ അവിടെ നിന്ന് 250 മീറ്റർ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. Then it attains a speed of 40 km/h. Okay, so ആ ഒരു കണ്ടീഷൻ നോക്കാം. Now we are considering this portion. Okay, so here the car is initially at rest at signal, so initial velocity 0. സിഗ്നലിൻ്റെ അവിടെ നിർത്തിയിട്ടിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ വെലോസിറ്റി 0. And after covering 250 meter, it attain a velocity 40 km/h. Okay, so here final velocity V2 40 km per hour. Okay, so in a meter second convert here, so you will get. Okay, so ഇവിടെ നമുക്ക് T3 ആണ് കണ്ടുപിടിക്കേണ്ടത്. Okay, we have to find this T3. Again use equation of motion. You can use this equation, v square is equal to u square plus 2as. Okay, ഇവിടെ സെക്കൻഡ് കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ എല്ലാം u2 v2 എന്നൊക്കെ പറഞ്ഞത്, സെക്കൻഡ് പാർട്ട് എടുത്തതുകൊണ്ട്. ഓക്കെ, സിഗ്നൽ അലോ ചെയ്തതിന് ശേഷമുള്ള മോഷൻ ആയതുകൊണ്ട്. ഓക്കെ, സോ ഹിയർ ഫൈനൽ വെലോസിറ്റി 11.11, ഇനീഷ്യൽ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0 ആയിരുന്നു, പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ്, ഹിയർ എസ് ഡിസ്റ്റൻസ് കവേർഡ് 250. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആക്സിലറേഷൻ കിട്ടും. സിഗ്നൽ അലോ ചെയ്തതിന് ശേഷം കാറ് മൂവ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ആക്സിലറേഷൻ.
Okay, so acceleration is 0.247 meter per second square. Okay, equation ഒന്ന് solve ചെയ്ത് നോക്കിയാൽ മതി. You will get 0.247 meter per second square. Okay. ഓക്കെ, സോ നമുക്ക് ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ടൈം ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതായത് ഈ സിഗ്നലിന് ഈ ഒരു 250 മീറ്റർ ഡിസ്റ്റൻസ് വരെ മൂവ് ചെയ്യുന്ന സമയത്ത് അതെടുത്ത ടൈം t3. ഓക്കെ, ദെൻ വി ക്യാൻ യൂസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ ടേംസ് ഓഫ് ടി. ഓക്കെ, ടിന്റെ ടേമിലുള്ള ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഹിയർ ഐ എം യൂസിങ് v is equal to u plus at. Okay, again here final velocity 11.11 equal to ഇനീഷ്യൽ വെലോസിറ്റി 0, കാരണം സിഗ്നലിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തിരുത്തിയായിരുന്നു. അത് റെസ്റ്റ് ഇല്ല. സോ ഇനീഷ്യൽ വെലോസിറ്റി 0. ദെൻ വി ഗോട്ട് ആക്സിലറേഷൻ ദിസ് 0.2. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ t3 കിട്ടും 45 സെക്കൻഡ്. t3 ഈക്വൽ ടു 45 സെക്കൻഡ്. ഓക്കെ, സോ നമുക്ക് t1 കിട്ടി, t2 നോൺ ആയിരുന്നു, t3യും കിട്ടി. ഓക്കെ, സോ സിഗ്നൽ ഉള്ളത് കാരണം കാർ എടുത്ത ടോട്ടൽ ടൈമിന് നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ടോട്ടൽ എത്ര ടൈം എടുത്തു? ഓക്കെ, സിഗ്നൽ വരെ എടുത്ത ടൈം ഈസ് t1. ഓക്കെ, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദെൻ സിഗ്നലിൻ്റെ അവിടെ 20 സെക്കൻഡ് അത് സ്റ്റോപ്പ് ചെയ്തു. ദെൻ സിഗ്നൽ അലോ ചെയ്ത സമയത്ത് അത് 250 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തു. അതിനെടുത്ത ഡിസ്റ്റൻസ് t3. ഓക്കെ, സോ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദി കാർ ടു റീച്ച് ദി ഫൈനൽ പൊസിഷൻ, ഓക്കെ, that is equal to t1 plus t2 plus t3. Okay, so t1 27 കിട്ടിയിട്ടുണ്ട് ഓൾറെഡി സോൾവ് ചെയ്തപ്പോൾ. t2 20 ആയിരുന്നു, t3 45. Okay, so total time of travel 92 seconds. Okay, so initial position ഇവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു, ഫൈനൽ പൊസിഷൻ. Okay, so here total time of travel കിട്ടി, that is 92 seconds. ദെൻ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ ഡയറക്റ്റ് ഈ കാറ് ഫൈനൽ പൊസിഷനിൽ എത്താൻ. അവിടെ സിഗ്നലിൻ്റെ അവിടെ സ്റ്റോപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര ടൈം ആയിരുന്നു അത് കാർ എടുക്കുക? അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാ. എത്രയായിരുന്നു? 36 സെക്കൻഡ് കൊണ്ട് എത്തുമായിരുന്നു. ബട്ട് ഡ്യൂ ടു സിഗ്നൽ ഇതെടുത്ത ടൈം 92 സെക്കൻഡാ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടായ ടൈം ലോസ്റ്റ് എത്രയാ? ഡ്യൂ ടു സിഗ്നൽ 92 minus 36. Okay, that is equal to 56 seconds. അത്രയും ടൈം ഡിലേ വന്നു സിഗ്നലിൻ്റെ അവിടെ റെസ്റ്റ് ചെയ്തതൊക്കെ കാരണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിഫോം ആക്സലറേഷൻ്റെ കേസിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻസ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സലറേഷൻ ഒക്കെ കണ്ടുപിടിക്കായിരുന്നു. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മോഷൻ വിത്ത് വേരിയബിൾ ആക്സിലറേഷൻ. Okay. That is, when force acting on the particle changes with time, its acceleration also changes with respect to time. Okay, so in that case, the displacement, velocity, and accelerations are the functions of time. Okay, so നമ്മളിപ്പം ഇത്രയും ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ യൂണിഫോം ആക്സലറേഷൻ ആയിരുന്നു. ഓക്കെ, ദെൻ ഇപ്പോൾ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടൈം ടു ടൈം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ ടൈം ടു ടൈം ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ആ കേസിൽ നമ്മളെല്ലാം ടൈമിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, സോ ടൈം ഫങ്ഷൻസ് ആയിട്ട് വരുന്ന കേസിൽ എങ്ങനെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഹിയർ all characters are in functions of time. Okay, suppose displacement, okay, time to time displacement change ചെയ്യാണ്. Okay, so we can write s is equal to a function of time, f of t. Okay, ഇപ്പം ഡിസ്പ്ലേസ്മെന്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതായിരിക്കാം. It is in terms of time. Then how will you find velocity and acceleration? Okay, so displacement ആണ് തന്നിരിക്കുന്നത്, നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ദാറ്റ് ഈസ് ds by dt. Then acceleration, what is acceleration? Rate of change of velocity with respect to time. Okay, so നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് തന്നു കഴിഞ്ഞാൽ വെലോസിറ്റിയും ആക്സലറേഷനും കാണാൻ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും, സെക്കൻഡ് ടൈം ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. ഓക്കെ, സോ ഫംഗ്ഷൻ ടൈം ഫങ്ഷൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് തരുന്നതെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ കാണാൻ അത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സിമിലർലി ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ആക്സലറേഷൻ, നിങ്ങൾക്ക് ആക്സലറേഷൻ ആണ് തന്നിരിക്കുന്നത് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. Then how will you find velocity and displacement? Okay, so acceleration തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി കാണാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. Okay, v is equal to integral a dt. Then for finding displacement, integrate velocity with respect to time. Okay, so ഈ രണ്ട് കാര്യം ഓർത്തുവെക്കുക. ടൈം ഫങ്ഷൻസ് ആയിട്ടാണ് തരുന്നതെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റിയും ആക്സലറേഷനും കിട്ടും. ദെൻ ആക്സലറേഷൻ ആണ് തന്നെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാകും എന്താണെന്നുള്ളത്. ഓക്കെ, അതായത് ടൈം ടു ടൈം അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ ചേഞ്ച് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ടൈം ഫങ്ഷൻസ് ആയിട്ടാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും എങ്ങനെ ചെയ്യാന്നുള്ളത്. Okay, write down the question. The motion of a particle along a straight line is defined as s equal to 25t plus 5t square minus 2t cube, where s is in meters and t is in seconds. Find velocity and acceleration at the start. Then second case, the time particle reaches maximum velocity. Okay, and third case, the maximum velocity of the particle.
ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഓക്കെ, സോ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. എസ് ഈസ് ഈക്വൽ ടു 25t സ്ക്വയർ മൈനസ് 2t³ ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ് തന്നെ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ടീന്റെ ടേമിലാണ് ഇക്വേഷൻ ഉള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വാരിയിങ് വിത്ത് ടൈം ഫങ്ഷൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ 3 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദി സ്റ്റാർട്ട്. ഓക്കെ, സോ മോഷന്റെ സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ വെലോസിറ്റി അതുപോലെ ആക്സിലറേഷൻ എത്രയാണ്. ദെൻ സെക്കൻഡ് പാർട്ട്, ദ ടൈം പാർട്ടിക്കിൾ റീച്ചസ് ദി മാക്സിമം വെലോസിറ്റി. ഓക്കെ, സോ ഈ പാർട്ടിക്കിൾ മാക്സിമം വെലോസിറ്റി എത്താൻ വേണ്ടി എടുത്ത ടൈം എത്രയാണ്, അല്ലെങ്കിൽ ഇതിന് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഏത് ടൈമിലാണ് ആ മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്തത്, ആൻഡ് ആ മാക്സിമം വെലോസിറ്റിന്റെ വാല്യൂ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, മാക്സിമം വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആകെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് എഴുതാദ്യം എസ് ഈസ് ഈക്വൽ ടു 25t പ്ലസ് 5t² മൈനസ് 2t³. ഓക്കെ, സോ ഇത് നമുക്ക് ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് velocity and acceleration. Okay, it will be also in terms of time. ടൈമിന്റെ ഫംഗ്ഷന്റെ ടേമിൽ തന്നെ ആയിരിക്കും വെലോസിറ്റി ആക്സിലറേഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് തന്നു കഴിഞ്ഞാൽ വെലോസിറ്റിയും ആക്സിലറേഷനും കാണാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, എസ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, സോ വെലോസിറ്റി ഈക്വൽ ടു ds/dt. Okay, differentiate displacement with respect to time. Okay, that is d/dt of s. S നമുക്ക് തന്നിട്ടുണ്ട്. d/dt of 25t plus 5t² minus 2t³. Okay, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരുക? 25t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 25 പ്ലസ് 5t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? 2 into 5 into t, that is 10t minus 2t³. 2t³ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 into 2 into t. Okay, 3 into 2 6. Okay, 6 into t². ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ഓക്കെ, സോ ഈ ഡിസ്പ്ലേസ്മെന്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഓക്കെ, സോ വി ഗോട്ട് ഇക്വേഷൻ ഫോർ വെലോസിറ്റി 25 plus 10t minus 6t². Okay, now we have to find acceleration. Acceleration കാണാൻ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. Okay, we know a is equal to dv/dt. Okay, so d/dt of velocity 25 plus 10t minus 6t². Okay, ഇതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയേ. 25നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു t, 0 ആയി പോവും. ദെൻ 10tനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 10 വരും. ഓക്കെ, ദെൻ 6t² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 into 6 into t. ഓക്കെ, ദാറ്റ് ഈസ് 12t. ഓക്കെ, സോ ആക്സലറേഷന് ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് 10 minus 12t. ഓക്കെ, സോ നമുക്കിപ്പം
ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ വെലോസിറ്റിന്റെ ഇക്വേഷനും അതേപോലെ ആക്സിലറേഷന്റെ ഇക്വേഷനും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇതിൽ? ഫൈൻഡ് ദി വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കണം. ഈ രണ്ടിന്റെ ഇക്വേഷൻ നോക്കിയേ, ഇതിൽ അൺനോൺ എന്താ? ടി അല്ലേ? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ടൈമിൽ അതിന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും എന്താന്നാ. ഓക്കെ, സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുമ്പോൾ ടിക്ക് എന്താ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുക? അറ്റ് സ്റ്റാർട്ട്, മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടി സീറോ ആയിരിക്കില്ലേ? ടൈം സീറോ ആകുന്ന സമയത്താണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അറ്റ് സ്റ്റാർട്ട് ടി ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, സോ ഇനീഷ്യലി ടൈം സീറോ, ദെൻ ടിക്ക് സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. v is equal to 25 plus 10 into t. Okay, here put t as 0 minus 6t square, 6 into 0 square. Okay, so ഈ velocity in the equation t ക്ക് 0 substitute ചെയ്താൽ you will get velocity at the start. Okay, so ഈ ടേമിൽ ബാക്കിയെല്ലാം 0 ആയി പോവും. ഫൈനലി 25 മാത്രമേ ഉണ്ടാവൂ. Okay, so velocity equal to 25 meter per second. ഓക്കെ, ദെൻ നമുക്ക് ആക്സിലറേഷനും കൂടി കണ്ടുപിടിക്കാനുണ്ട്. സോ ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഇക്വേഷൻ എന്തായിരുന്നു? 10 മൈനസ് 2t. ഓക്കെ, സോ 10 മൈനസ് 12t ആണ്. 12 ഇൻറ്റു 0. ഓക്കെ, അറ്റ് സ്റ്റാർട്ട് ടൈം ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ 10 മൈനസ് 12 ഇൻറ്റു 0. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ആക്സിലറേഷൻ 10 meter per second square. ഓക്കെ, സോ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് കിട്ടിക്കഴിഞ്ഞു, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദി സ്റ്റാർട്ട്. ദെൻ സെക്കൻഡ് പാർട്ട്, ദ ടൈം പാർട്ടിക്കിൾ റീച്ചസ് മാക്സിമം വെലോസിറ്റി. ഓക്കെ, സോ ഏത് ടൈമിലാണ് ഈ പാർട്ടിക്കിളിന് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത്? ഓക്കെ, സോ ആ ഒരു ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന ടൈം. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി വെലോസിറ്റീനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇക്വേറ്റ് ടു 0. ഓക്കെ, സോ നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടാവും. ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 0 കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അറ്റ് മാക്സിമം വെലോസിറ്റി dv by dt equal to 0. Here what is dv by dt? Velocity na differentiate with respect to time, and that is equal to 0. Okay, so here dv by dt means acceleration alle, rate of change of velocity with respect to time. Okay, so we can write acceleration equal to 0. Okay, then what is the equation for acceleration? Already നമ്മൾ കണ്ടുപിടിച്ചതാണ്. എന്തായിരുന്നു? 10 മൈനസ് 12t ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇത് ആക്സലറേഷൻ്റെ ഇക്വേഷനാണ്. 10 മൈനസ് 12t ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് t. t കണ്ടുപിടിച്ചൂടെ ഇക്വേഷൻ? അതായത് 10 ഈക്വൽ ടു 12t or t equal to 10 by
12. Okay. Okay, so ഇത് സോൾവ് ചെയ്താൽ 10/12 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടി ഈക്വൽ ടു 0.83 സെക്കൻഡ്. ഓക്കെ, സോ ഈ പാർട്ടിക്കിളിന് മാക്സിമം വെലോസിറ്റി 0.83 സെക്കൻഡ് ആകുമ്പോഴേക്കായിരിക്കും ഇതിന് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ മാക്സിമം കാണാൻ വേണ്ടി നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു ആൻഡ് ഇക്വേറ്റ് ടു 0. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യനും കിട്ടി എപ്പോഴാണ് ഇതിന് മാക്സിമം വെലോസിറ്റി കിട്ടുന്നത് എന്നുള്ളത്, ഏത് ടൈമിലായിരിക്കും ആ പാർട്ടിക്കിൾ മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുക. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് ദ മാക്സിമം വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, സോ നമ്മൾ രണ്ടാമത് കണ്ടുപിടിച്ചത് എപ്പോഴാണ് ആ പാർട്ടിക്കിളിന് മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത്, ആ ഒരു ടൈമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ആ മാക്സിമം വെലോസിറ്റി എത്രയാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ മാക്സിമം വെലോസിറ്റി അറ്റൈൻ ബൈ ദി പാർട്ടിക്കിൾ. ഓക്കെ, നമുക്കറിയാം ടി ഈക്വൽ ടു 0.83 സെക്കൻഡിലാണ് മാക്സിമം വെലോസിറ്റി അതിന് കിട്ടുന്നത്. ഓക്കെ, സോ ടീൻ്റെ വാല്യൂ ആ വെലോസിറ്റീൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം വെലോസിറ്റി കിട്ടും. ഓക്കെ, സോ മാക്സിമം വെലോസിറ്റി ഈസ് obtained at a time of 0.83 second. Okay, so velocity equal to Vmax, അതിൽ ടിക്ക് 0.83 സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ Vmax ഈക്വൽ ടു 25 പ്ലസ് 10 ഇൻറ്റു 0.83 മൈനസ് 6 ഇൻറ്റു 0.83 സ്ക്വയർ. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 0.83 സെക്കൻഡിലാണ് മാക്സിമം വെലോസിറ്റി അതിന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, വെലോസിറ്റിക്ക് നമുക്ക് ഇക്വേഷൻ അറിയാം, ആ ഇക്വേഷനിൽ ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വി മാക്സ് കിട്ടും. ഓക്കെ, ഒന്ന് കണ്ടുപിടിച്ച് എത്ര നോക്ക്, വി മാക്സ് എത്ര വരുന്നത്. ട്വൻറ്റി ഫൈവ് ആണോ വന്നേ, 29.17 മീറ്റർ പെർ സെക്കൻഡ്. ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. മിസ്സേ ഒരു ഡൗട്ട് ഉണ്ട്. വെലോസിറ്റിന്റെ ഇക്വേഷൻ ഇല്ലേ? അല്ല അത് എൻ്റെ അടുത്ത് തെറ്റിപ്പോലെ, സോറി. ഓക്കെ ഓക്കെ. ഓക്കെ, സോ ഇതാണ് വേരിയബിൾ ടേംസിലാണ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ വന്നെങ്കിൽ എങ്ങനെയാണ് നമുക്കതിൻ്റെ വാല്യൂസ്, ആക്സലറേഷൻ, വെലോസിറ്റി, അല്ലെങ്കിൽ ടേംസ് ഓഫ് ടൈം. ഓക്കെ, സോ അത് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റിയും ആക്സലറേഷനും കിട്ടും. ദെൻ ടൈമിന് ആ ഒരു കണ്ടീഷനിൽ ഏതാണോ ടൈം എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A point is moving in a straight line with acceleration given by a is equal to 15t minus 20. Okay. Here acceleration of a point is given a equal to 15t minus 20. It passes through a reference point at t equal to 0 and another point 30 meter away after an interval of 5 seconds. Okay. Then calculate displacement, velocity and acceleration of the point after a further interval of 5 seconds. Okay. So ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ഇതും ഇൻ ടേംസ് ഓഫ് ടൈം ആണ്. ഓക്കെ. സോ ടൈം ഡിപ്പെൻഡഡ് ആണെന്ന് എനിക്ക് മനസ്സിലാകും. ഓക്കെ. സോ ആക്സിലറേഷൻ ഈക്വൽ ടു 15t മൈനസ് 20. ഓക്കെ. പിന്നെ എന്തൊക്കെ കണ്ടീഷനാണ് പറഞ്ഞത്? ദിസ് പോയിന്റ് പാസസ് ത്രൂ എ പോയിന്റ് അറ്റ് t ഈക്വൽ ടു 0. ഓക്കെ. സോ നമുക്കൊരു ഫിഗർ വരച്ച് മനസ്സിലാക്കാം. t ഈക്വൽ ടു ടൈം 0 എന്ന കേസിൽ ഇനീഷ്യലി ഒരു പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്നു. ലെറ്റ് ഇറ്റ് ബി എ ആൻഡ് അനദർ പോയിന്റ് 30 മീറ്റർ ആഫ്റ്റർ ആൻ ഇന്റർവെൽ ഓഫ് 5 സെക്കൻഡ്. ഓക്കെ. ഒരു 5 സെക്കൻഡിന് ശേഷം അത് 30 മീറ്റർ എവേ ഉള്ള ഒരു പോയിന്റിലേക്ക് കൂടി പാസ് ചെയ്തു പോകുന്നു. ഓക്കെ. സോ another point B. Okay, after a time interval of 5 seconds. 5 സെക്കൻഡ് കഴിഞ്ഞ് അത് പോയിന്റ് ബിയിലേക്ക് കൂടി പാസ് ചെയ്തു പോകുന്നു. ഓക്കെ. സോ ഈ ബി എന്ന് പറയുന്നത് എയിൽ നിന്നും 30 മീറ്റർ എവേ ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പോയിന്റ് ആഫ്റ്റർ എ ഫർദർ ഇന്റർവെൽ ഓഫ് 5 സെക്കൻഡ്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് പിന്നെയും ഒരു 5 സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ. ഹിയർ ടി ഈസ് 5. ഫർദർ ഇന്റർവെൽ ഓഫ് 5 സെക്കൻഡ് ആണ് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു പോയിന്റ് ലെറ്റ് ഇറ്റ് ബി സി. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ അതിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എസ്, അതേപോലെ വെലോസിറ്റി, ഓൾസോ ഇറ്റ്സ് ആക്സിലറേഷൻ, ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ. സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കണം. ഇവിടെ ആക്സിലറേഷൻ ആണ് തന്നിരിക്കുന്നത്. ആക്സിലറേഷൻ തന്നു കഴിഞ്ഞാൽ ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നെ. അതിൽ നിന്ന് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും കാണാൻ എന്താ ചെയ്യണ്ടേ? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം നമുക്കിത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം ഇൻ ടേംസ് ഓഫ് ടൈം ടി. ഓക്കെ. സോ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, വെലോസിറ്റി. ഓക്കെ. ദെൻ ഇത് ഈ 2 കണ്ടീഷൻ ഞാനിപ്പോൾ ഫിഗറിൽ വരച്ച 2 കണ്ടീഷൻ ഇവിടെ എഴുതിയതാണ്. ടി ഈക്വൽ ടു 0ല് ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ പൊസിഷൻ ആണ് 0 ആണ്. ടി ഈക്വൽ ടു 5 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് 30 മീറ്റർ. ഓക്കെ. സോ ഇനീഷ്യലി ഇത് ഇവിടെ ആയിരുന്നു. സോ ഡിസ്പ്ലേസ്മെന്റ് 0. ബിയിലെത്തുമ്പോഴേക്കും അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് 30 മീറ്റർ. 2 ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ആദ്യം വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. ഓക്കെ. സോ വെലോസിറ്റി കാണാൻ ആക്സിലറേഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ. സോ ഇന്റഗ്രൽ 15t മൈനസ് 20 ഇൻറ്റു ഡി ടി. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരും? 15t ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുക? ഇന്റഗ്രൽ ടി ഡി t square by 2. Okay. So 50 into is t, 20 into t plus ഒരു integration ഉണ്ടാവും, constant of integration, that is c1. Okay. So v കിട്ടിക്കഴിഞ്ഞു. v is 15t square by 2 minus 20t plus c1.
ഓക്കെ. ഇനി ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ വെലോസിറ്റീനെ എഗെയിൻ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ വി ഡി ടി. ഓക്കെ, സോ കിട്ടിയ വെലോസിറ്റീനെ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കിയേ. അതായത് ഇന്റഗ്രൽ 15/2 ഇവിടെ 7.5 ആയിട്ട് എഴുതിയിട്ടുണ്ട്. 7.5 ടി സ്ക്വയർ മൈനസ് 20t പ്ലസ് C1 ഓൾ ഇൻറ്റു ഡി ടി. ഓക്കെ, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വരും 7.5 ടി സ്ക്വയർ. ടി സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ t³/3 വരും. ഓക്കെ, സോ 7.5 ഇൻറ്റു t³/3 മൈനസ് 20 ഇൻറ്റു ടി. ടീന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 20 ഇൻറ്റു t²/2 പ്ലസ് C1, അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് C1 ഇൻറ്റു ടി. അഗെയിൻ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവും, ദാറ്റ് ഈസ് C2. ഓക്കെ, സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷനും കിട്ടി. 2.5 t³ മൈനസ് 10 t² പ്ലസ് C1 ഇൻറ്റു ടി പ്ലസ് C2. ഓക്കെ, ഇതിനെ റെഡ്യൂസ് ചെയ്താണ് 7.5/3 ചെയ്താൽ 2.5 വരും. 20/2 10 വരും. ഓക്കെ, ഇതാണ് ഫൈനൽ ഇക്വേഷൻ കിട്ടും. സോ വെലോസിറ്റിക്കും ഡിസ്പ്ലേസ്മെന്റിനും ടീന്റെ ടേംസിൽ ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, ഇതിൽ നിങ്ങൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് കിട്ടും. അതിനുശേഷം ടൈം ആഫ്റ്റർ 10 സെക്കൻഡ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി, ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ കിട്ടും. ഓക്കെ, ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും?